ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കേരള PSCക്ക് വേണ്ടിയുള്ള നാഷണൽ ഇൻകം കോൺസെപ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ GDP പറ്റിയും പെർ ക്യാപിറ്റ ഇൻകത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ബാലൻസ് GNP അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇപ്പോൾ പഴയ പോലല്ല PSCയുടെ ക്വസ്റ്റ്യൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഡയറക്റ്റായിട്ട് തന്നെയല്ല, ഇൻഡയറക്റ്റായിട്ട് കൂടുതലും ഓരോ ഗ്രൂപ്പ് വന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ചേരുന്നതും ചേരണ്ടാത്തതും ഒക്കെ എടുക്കണ്ടേ. അപ്പം ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഞാനിങ്ങനെ വിശാലമായിട്ട് പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സ് നിൽക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് ആനുപാതികമായിട്ടുള്ള ആൻസറുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റുകൾ ഓരോന്നും ഞാൻ പറയുന്ന ഓരോ കോൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ച്, അതിൻ്റെ മോഡൽ അനുസരിച്ച് ഇതിൻ്റെ അകത്ത് നിന്നുള്ള ആൻസറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തോണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് GNP എന്ന് പറയുമ്പോൾ അടുത്തൊരു കോൺസെപ്റ്റാണ് GNP. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അതായത് ദ സം ടോട്ടൽ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ ഓർ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു രാജ്യത്ത് കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കംപ്ലീറ്റ് വാല്യൂ, ആ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് GNP എന്ന് പറയും. GNP അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലേ മറ്റു തരത്തിൽ പറഞ്ഞാൽ GDP പ്ലസ് NFIA എന്ന് പറയും. GDP അറിയാമല്ലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് വിതിൻ ദ കൺട്രി. കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ നമ്മുടെ GDPയുടെ കൂടെ NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയും. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ, ഇന്ത്യയിലെ ആൾക്കാർ ധാരാളമായിട്ട് വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയി പലതരത്തിലുള്ള പണികൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ജോലികളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കാണ് പോകുന്നത്. അതേപോലെ റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നും, മറ്റുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും വരുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവരിവിടെയും വന്ന് പണി ചെയ്തിട്ട് ഇവിടുന്ന് ഇൻകം അവരുടെ നാട്ടിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഇൻകങ്ങൾ തമ്മിലുള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ ഇന്ത്യൻസ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന റെമ്യൂണറേഷൻസ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലെ ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം, ഇത് രണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസ്. ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് എബ്രോഡിൽ നിന്നുള്ള ഇൻകം മൈനസാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേര് വിദേശത്ത് പോകുന്നു, കാശ് കിട്ടുന്നൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ശരി, ഇത് രണ്ടിൽ തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം എപ്പോഴും നെഗറ്റീവാണെന്ന് ഓർത്തിരുന്നോണം. പിന്നെ GNP അറ്റ് കറൻറ്റ് MBയെ വിളിക്കുന്ന പേരാ നമ്മൾ നേരത്തെ പറഞ്ഞു, നോമിനൽ. GNP അറ്റ് കറൻറ്റ് MB എന്ന് പറഞ്ഞാൽ കറൻറ്റ് പ്രൈസിൽ, ഇപ്പോൾ പ്രിവെയിലിംഗ് പ്രൈസിൽ GNPയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ നോമിനൽ GNP എന്ന് പറയും. നേരെ മറിച്ച് ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസിലാണ്, ഒരു ബേസ് ഇയർ പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ റിയൽ GNP എന്ന് പറയും. അതും ഞാൻ ഷോർട്സിൽ ഉൾപ്പെടെ എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് നോമിനൽ GNP ഡിവൈഡഡ് ബൈ റിയൽ GNP ഇൻറ്റു 100 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് GNP ഡീഫ്ലേറ്റർ എന്ന് പറയും. ഓർത്തിരുന്നോണം, GNP ഡീഫ്ലേറ്റർ, അതായത് നോമിനൽ GNP ഡിവൈഡഡ് ബൈ റിയൽ GNP ഇൻറ്റു 100. അതുപോലെ തന്നെ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് പ്രിവെയിലിംഗ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ GDP അറ്റ് MB പ്ലസ് NFIA ആണ്. അതായത് GDP മാർക്കറ്റ് പ്രൈസിലെ GDP പ്ലസ് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡാണ്. അതുപോലെ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, നമ്മളിപ്പോൾ കണ്ട GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ്റെ ഒക്കെ ഡെഫിനിഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും GNP അറ്റ് FC, അതും ഞാൻ പറഞ്ഞു, ഫാക്ടർ കോസ്റ്റിൻ്റെ ബേസിൽ GNP അറ്റ് MB മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതും ഞാൻ പറഞ്ഞു ഇന്നലെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതുപോലെ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, അത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഇനിയും ചില 1-2 ഡേറ്റുകളാണ്. 2023 GNP അപ്രോക്സിമേറ്റ്ലി നമ്മുടേതെന്ന് പറയുന്നത് $3.63 ട്രില്യൺ ആണ്. ഓർത്തോണം, $3.63 ട്രില്യൺ.
NNB എടുക്കുമ്പോൾ 282 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ്. തമ്മിലുള്ള വ്യത്യാസം ഓർത്തോണം. ഇത് US ഡോളറിലാണ് പറയുന്നത്, GNB. നേരെ മറിച്ച് NNB നമുക്കറിയാമല്ലോ, ഡിപ്രീസിയേഷൻ എല്ലാം കഴിഞ്ഞ് ഡിപ്രീസിയേഷന്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതുപോലുള്ള ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതിനെയാണ് നമ്മൾ NNB എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ റുപ്പീസിൽ പറയുമ്പോൾ 282 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ് പറയുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ NFIA എപ്പോഴും നമ്മുടെ നാട്ടിൽ കുറവ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ GNB ഈസ് ഓൾവേസ് ലെസ് ദാൻ GDP. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇന്ത്യയിലെ GDPയേക്കാൾ കുറവാണ് GNB എന്ന് ഓർത്തിരുന്നോണം. GNB ഈസ് ലെസ് ദാൻ GDP. എന്തുകൊണ്ടാണെന്ന് ഓർത്തിരുന്നോണം. NFIA ഓൾവേസ് നെഗറ്റീവാണ്. പിന്നെ GNBയുടെ മേജർ കോൺട്രിബ്യൂട്ടറി സെക്ടർ അതുകൂടെ ഓർത്തോണം. ആ GDP പറഞ്ഞതുപോലെ തന്നെ GNBയുടെ മേജർ കോൺട്രിബ്യൂഷൻ സെക്ടർ എന്ന് പറയുന്നത് ടേർഷറി സെക്ടർ തന്നെയാണ്. അറിയാമല്ലോ, ടേർഷറി സെക്ടർ സർവീസ് സെക്ടറാണ്. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷന് അതുപോലുള്ള കാര്യങ്ങളെല്ലാം, അതായത് ബാങ്കിങ്, പിന്നെ അതുപോലെ ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്തിലുണ്ട്, ഓർത്തെടുത്തോളം. പിന്നെ ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റിൽ GNB കഴിഞ്ഞാൽ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻകമാണ്. പ്രൈവറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം അവൈലബിൾ ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് എക്സെട്ര. പ്രൈവറ്റ് അല്ലെ മൊത്തത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടേഴ്സ്, കംപ്ലീറ്റ് പ്രൈവറ്റ് സെക്ടറിനും അവർക്ക് അവരുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻകത്തെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് ഇൻകം. അത് നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം, അതും നമ്മൾ പറഞ്ഞാണ്. പേഴ്സണൽ ഇൻകം കറണ്ട് ഇൻകം ഓഫ് പേഴ്സൺസ് ഫ്രം ഓൾ സോഴ്സസ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് വരുമാനം കിട്ടുന്നത്. റെൻ്റുണ്ട്, വേജ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, മറ്റ് ഡിവിഡൻസുകളുണ്ട്, പെൻഷനുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ട്രാൻസ്ഫർ പേയ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓൾ സോഴ്സ് ഓഫ് ഇൻകം, അതിൻ്റെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ഇൻകം. അപ്പോൾ കറണ്ട് ഇൻകം ഓഫ് പേഴ്സൺസ് ഫ്രം ഓൾ സോഴ്സസ്. ഇനി അവിടുന്ന് ആ കറണ്ട് ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് DPI, ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം. അതായത് പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അതായത് ദാറ്റ് ഈസ് ആക്ച്വൽ എമൗണ്ട് ഓഫ് റുപ്പീസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസിങ് ഓർ അവൈലബിൾ ക്വാണ്ടിറ്റി ഓഫ് മണി യൂസ്ഡ് ഫോർ പർച്ചേസിങ്. അതായത് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ മണി, നമുക്ക് പർച്ചേസിങ്ങിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ബാലൻസ് പണത്തെ വിളിക്കുന്ന പേരാണ് DPI. കാരണം നമ്മുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ ഡയറക്റ്റ് ടാക്സ് കൊടുക്കണം. അങ്ങനെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളതിനെയാണ് നമ്മൾ DPI എന്ന് പറയും. അവൈലബിൾ ഇൻകമാണ്, ഓരോ ഇൻഡിവിജ്വൽസിനും പർച്ചേസ് ചെയ്യാനുള്ള അവൈലബിൾ ഇൻകമാണ്. ഇത്രയും കാര്യങ്ങൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് 2-3 ദിവസമായിട്ട് 2-3 ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞു. ഇനി ഫൈനലി ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ് എൻ്റെ അകത്തിൽ. നാഷണൽ ഇൻകത്തിൻ്റെ മെഷർമെൻറ്റ് അതോടെ ഒന്ന് സൂചിപ്പിച്ചേക്കായി കൂട്ടത്തിൽ. നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന 3 ടൈപ്സിലാണ്, 3 ടൈപ്പിലാണ്. നമ്പർ 1 വാല്യൂ ആഡഡ് ഓർ പ്രോഡക്റ്റ് മെത്തേഡ്, നമ്പർ 2 ഇൻകം മെത്തേഡ്, ആൻഡ് നമ്പർ 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഫ്രം ഓൾ ദ സം ടോട്ടൽ ഓഫ് ദ പ്രോഡക്ട്സ് ബൈ ഓൾ ഫേംസ് or production units or production sectors in an economy. നമ്മുടെ ഇന്ത്യൻ എക്കോണമി മാത്രം എടുത്താൽ ഇന്ത്യൻ എക്കോണമിക്കുള്ളിൽ എത്രമാത്രം പിന്നെ ഫേമുകളുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്, അവർ കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആഡഡ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം വാല്യൂ ആഡഡ് എന്താണെന്ന്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വാല്യൂ ആഡഡ് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ സെക്ടേഴ്സിലുള്ള ടോട്ടൽ പിന്നെ പ്രോഡക്റ്റുകളുടെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ. അങ്ങനെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം നമുക്ക് ആഡ് ചെയ്ത് നാഷണൽ ഇൻകം കാണാം. പിന്നെ ഇൻകം ഉണ്ട്. ഇൻകം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻകം സം ടോട്ടൽ ഓഫ് ഓൾ ഇൻകം ഏൺഡ് ബൈ ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസ് ഓർ പ്രൈവറ്റ് ഫേംസ് എക്സെട്ര. അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ റെൻ്റായിട്ട്, ഇൻട്രസ്റ്റായിട്ട്, പ്രോഫിറ്റായിട്ട്, വേജായിട്ട്, ഡിവിഡൻ്റായിട്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻകങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഇൻകത്തിൻ്റെ സം ഓഫ് ഇൻകം. അപ്പോൾ ഇൻകത്തിൻ്റെ മൊത്തം ടോട്ടൽ എടുക്കുക. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതിനെ ഇൻകം മെത്തേഡ് എന്ന് പറയും. പിന്നെ മൂന്നാമത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ നടത്തുന്നത് നമുക്കറിയാം ഹൗസ് ഹോൾഡുകൾ, അതുപോലെ പ്രൈവറ്റ് ബിസിനസ് സെക്ടർ, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് വിവിധമായിട്ടുള്ള ധാരാളം ചിലവുകളുണ്ട്. ആ ചിലവിൻ്റെ സൈഡെല്ലാം കൂടെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് C+I+G+X-M എന്ന് പറയും. മാക്രോ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. C കൺസംഷനാണ്, ഹൗസ് ഹോൾഡ് ഉൾപ്പെടെയുള്ള കൺസംഷൻ. I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. G
ജി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടാണ്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ് മൈനസ് എം അല്ലെങ്കിൽ നെറ്റ് എക്സ്പോർട്ട്. മുമ്പേ NFIയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് കൂടുതലും ഇമ്പോർട്ടാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പം 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാലും ഒന്ന് തന്നെ. ഇത് പ്രോഡക്റ്റ് എല്ലാം കൂടെ കൂട്ടും, ഇത് അതിൻ്റെ ഇൻകം എല്ലാം കൂടെ കൂട്ടും, ഇത് എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടും. ചുരുക്കത്തിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു ഇൻകം മെത്തേഡ് ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയാം. പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം, കേരളത്തിൽ കാരണം നാഷണൽ ഇൻകം പറയുമ്പോൾ മൊത്തത്തിലല്ലയോ, കേരളം കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടും. എങ്കിലും കേരളത്തെ പറ്റി ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിൻ്റെ റാങ്ക് 11th ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ 11ാമത് റാങ്കിങ്ങിൽ, അതായത് ഡെവലപ്മെൻറ്റിൻ്റെ റാങ്കിങ്ങിൽ 11ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളതെന്ന് ഓർത്തോണം. അതുപോലെ കേരളത്തിൻ്റെ GSDP ഏറ്റവും പുതിയ കാൽക്കുലേഷൻ അനുസരിച്ച് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 13.11 lakhs crores ഓഫ് റുപ്പീസാണ്. അതായത് 13.11 ലക്ഷം കോടി രൂപയാണ്. അത് ഈ കോവിഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേയൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനും, അങ്ങനെ വന്നതാണ്. പിന്നെ പെർ ക്യാപിറ്റ GSDP എന്ന് പറയുന്നത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ മതി 372,783, അതായത് 3,72,783 റുപ്പീസാണ്. ഇനി ആ ഗ്രോത്ത് റേറ്റ് പറയുമ്പോൾ GSDP ഗ്രോത്ത് റേറ്റ് 6.5% ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകത്തെ പറ്റി ഓർത്തിരിക്കുക. ഓക്കെ.